അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ റമളാൻ 1 എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് ഇപ്രാവശ്യം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെയുള്ള ഒരു റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. എക്സാമാണ് ഇപ്പം 30th മാർച്ച് 30th സ്കൂൾ ക്ലോസ് ചെയ്യുക. അപ്പം എക്സാമും നോമ്പൊക്കെ ആയിട്ട് ചെക്കപ്പൊക്കെയാണ്. അപ്പോൾ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സമയമായപ്പോൾ ഞാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഓഫീസിൻ്റെ ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. Qlive എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും, കാരണം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മക്കളെയൊക്കെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നെ മെസ്സേജ് ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടാണ് അവർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഫീഡ്ബാക്കും കിട്ടി. അതാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ 4 വർഷത്തോളമായിട്ട് തന്നെ ഗൾഫ് മലയാളികൾക്കിടയിൽ സുപരിചിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു Qlive എന്ന് പറയുന്നത്. അപ്പം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് സൗദിയിലും ഖത്തറിലും UAE ഉള്ള ഗൾഫ് മലയാളികളുടെ മക്കളെയൊക്കെ, എനിക്കറിയുന്ന രക്ഷിതാക്കളുടെ മക്കളെയൊക്കെ ഈ ഒരു Qlive എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അടുത്തുനിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 10th പ്ലസ് 2 ഒക്കെ എക്സാമിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ പരിശ്രമ ഫലമായിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്ലസ് 2 10th CBSE, കേരള സിലബസ്, ICSE, IGCSE എന്നീ സിലബസുകളിലെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ KG മുതൽ പ്ലസ് 2 വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ടീച്ചറിൻ്റെ കൂടെ അവർക്ക് വേണ്ട സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ UAE അറബിക്കിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അറബിക്കൊക്കെ ഇവർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 6th സ്റ്റാൻഡേർഡ് വരെയുള്ള ഏതൊരു കുട്ടിക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള Qliveലെ പരിചയസമ്പന്നരായ ടീച്ചേഴ്സ് ഒരു അറബിക് സ്പെഷ്യൽ കോഴ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ 10 മണിക്കൂർ മുതൽ 15 മണിക്കൂറിനുള്ളിൽ നല്ല കാര്യക്ഷമമായിട്ടുള്ള മാറ്റം അറബിക്കിൽ വരുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സർവീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും Qliveനെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയും, പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്ക്പീസ് സാലഡിൻ്റെ റെസിപ്പിയും, പിന്നെ ഒരു മോമോസിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിക്ക്പീസ് സാലഡിന് വേണ്ടിയിട്ടുള്ള ചിക്കനും ചിക്ക്പീസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കറിയിലേക്കുള്ള ചിക്കനൊക്കെ കഴുകിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായി ഒരു പുതിയ ഉരുളിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തലേദിവസം ഉപ്പ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഉപയോഗിക്കുന്നതിന് മുന്നേ കഴുകിയിട്ട് ഒന്നതിൽ വെള്ളം തിളപ്പിച്ചിട്ട് അത് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യണത് ഇതിൽ. അപ്പോൾ ഫസ്റ്റ് നോമ്പല്ലേ, അപ്പോൾ എന്തായാലും പത്തിരിയും ചിക്കൻ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ മാറ്റിയിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ എടുത്തിട്ട് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കനിലേക്കുള്ള ലൈം എടുത്തപ്പം ഏതായാലും വൈകുന്നേരത്തേക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്ക് നമ്മൾ അത്താഴത്തിനുള്ള കാര്യങ്ങളും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ആ ഒരു പണിയും കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാനിതിൽ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. അപ്പം നോമ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടൂല.
അപ്പോൾ ഇത് കറിയിലേക്കും അതുപോലെ തന്നെ മോമോസിൻ്റെ ഫില്ലിങ്ങിലേക്കും വേണ്ടിയിട്ടുള്ള സവാളയാണ്. അപ്പോൾ അതൊന്ന് നമ്മളുടെ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ ആരോ നല്ലതാണോ ഫുഡ് പ്രോസസ്സർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്സിക്ക് പകരം നമുക്ക് വാങ്ങിച്ചാൽ മതിയോ എന്ന്. നമുക്കിതിൻ്റെ കൂടെ ഫുഡ് പ്രോസസ്സറിൻ്റെ കൂടെ മിക്സിയുടെ ജാറുകളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടും രണ്ടായിട്ട് വാങ്ങുന്നതിന് പകരം ഫുഡ് പ്രോസസ്സർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഉപയോഗം നടക്കും കേട്ടോ. അപ്പോൾ അതിനിടയിൽ മക്കളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് ഉച്ചവരെ ഉള്ളൂ ക്ലാസ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, അപ്പോൾ ഷേസിയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട്. സവാള വഴന്നതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അടിയിൽ പിടിക്കുന്നത് നോക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം തക്കാളിയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇളക്കി അടിയിൽ പിടിക്കാതെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിയിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് എടുക്കുകയാണ്. ഇതിനിടയിൽ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പത്തിരിക്കുള്ള പൊടി വാട്ടുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇത് പത്തിരിക്ക് മാത്രമല്ല കേട്ടോ, നമ്മളിത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് മോമോസും റെഡിയാക്കുന്നത്. ഇപ്പം അരിപ്പൊടി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. മൈദപ്പൊടി വെച്ചിട്ടും അതുപോലെ തന്നെ ആട്ടപ്പൊടി വെച്ചിട്ടൊക്കെ റെഡിയാക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ അരിപ്പൊടി വെച്ചിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മളുടെ ചിക്കൻ കറിയിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ നോമ്പിന് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഭൂതം എന്നൊക്കെ പറയുന്ന പോലെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നൊരു പോട്ടാണിത്. അപ്പോൾ ഇത് കാണുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കും ഈ ഒരു പോട്ട് എവിടുന്നാണ് വാങ്ങിച്ചത് എന്ന് ചോദിക്കലുണ്ട്. നമ്മളുടെ കഴിഞ്ഞ റമദാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്തൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ പിന്നെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു പോട്ട്. അപ്പോൾ ഇതാ ഇതിനിടയിൽ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ വിവാദമായിട്ടുള്ള വറവിട്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് വിവാദമായിട്ടുള്ള എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇത് നെയ്യിൽ മുപ്പിച്ച് വെച്ച ഉള്ളിയും അതുപോലെ കാഷ്യൂം കിസ്മിസൊക്കെയാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോകളിലൊക്കെ കഴിഞ്ഞ റമദാനുകളിലൊക്കെ നമ്മൾ ഫോളോ ചെയ്തപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ. ഇനി മോമോസിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. കുറച്ച് ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ.
ഇത് സാലഡിലേക്കുള്ള ചിക്കനാണ്. അതൊന്ന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് നമ്മളുടെ മോമോസിലെ ഫില്ലിങ്ങിലേക്കുള്ള സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് പിന്നെ കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മോമോസിനുള്ള ഫില്ലിങ്ങിലേക്ക് നമ്മൾ ചിക്കൻ കീമയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കീമ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. കീമയ്ക്ക് ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മോമോസിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഷേസ പൈനാപ്പിൾ കട്ട് ചെയ്യലും അതുപോലെ തന്നെ ലൈം ജ്യൂസ് ഉണ്ടാക്കണൊക്കെ തിരക്കിലാണ്. അപ്പം ഇനി പത്തിരിപ്പണി അവളെയാണ് ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പത്തിരിക്കുള്ള ബോൾസൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടെ. എന്നാൽ പിന്നെ ഷേസറിനെ അത് പരത്തിയൊക്കെ ചുട്ട് തന്നോളും. അത് പിന്നെ അവൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നല്ലോണം അറിയാം കേട്ടോ. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അവൾ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും എനിക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് മോമോസും റെഡിയാക്കാനുണ്ട്. അതുപോലെ തന്നെ ചിക്ക് പീസ് സാലഡും റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചിക്ക് പീസ് സാലഡിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. സാലഡിലേക്കുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ചതും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചന വേവിച്ചെടുത്തിട്ടും ഉണ്ടായിരുന്നു. ഇനി സാലഡ് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചന ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ ഷ്രെഡ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള സാലഡ് ഡ്രസ്സിങ് റെഡിയാക്കാനുണ്ട്. ഇതാ സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചാട്ട് മസാലയാണ് ചേർത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണം എന്നില്ല. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ചിക്ക് പീസ് സാലഡ് റെഡി ആയിട്ടോ. അപ്പോൾ സാലഡൊക്കെ ഇവിടെ കുട്ടികൾക്കും ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ഹെൽത്തിയാണ്. നമ്മളുടെ കുട്ടികളുടെ വയറ്റിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആയിക്കോളുമല്ലോ. ഇനി ഇത് മോമോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പത്തിരിപ്പൊടിയും തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പരത്തിയിട്ട് അതിനുള്ളിൽ ഫില്ലിങ്ങിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോണുണ്ട്. അപ്പം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സ്റ്റീം ചെയ്തതൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്ത ബാച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നോമ്പ് തുറക്കാനുള്ളതും അതിനിടയിൽ അത്താഴത്തിനുള്ളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയതിനു ശേഷം കുട്ടികളൊക്കെ എല്ലാം ഓരോന്നായിട്ട് ടേബിളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഷെയ്സിന് ഇപ്പോൾ 3 വർഷമായിട്ട് എല്ലാ നോമ്പ് പിടിക്കലുണ്ട് കേട്ടോ. ഷെയ്സ് പിന്നെ നല്ല ചൂടാണല്ലോ അപ്പോൾ ഇനി സ്കൂൾ കൂട്ടിയിട്ട് അവനെ കൊണ്ട് നോമ്പൊക്കെ എടുപ്പിക്കാൻ വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ്. അങ്ങനെ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. ഇനി വരും ദിവസങ്ങളിലൊക്കെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.